ശ്രീ വി ടി ബൽറാം, നമ്മൾ ഇതിപ്പോൾ രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ നരേന്ദ്രമോദി റോഡ് ഷോയാണ് കേരളത്തിൽ കാണുന്നത്. ആദ്യം തൃശ്ശൂരിൽ, ഇപ്പോഴിതാ എറണാകുളത്ത്. മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കണ്ട ഒരു രീതിയിൽ BJP കേരളത്തെ ലക്ഷ്യം വെക്കുകയാണെന്ന് തോന്നുന്നു. നരേന്ദ്രമോദിയാണ് അവരുടെ വോട്ട് ക്യാച്ച് ചെയ്യുന്ന മെഷീൻ. ആ മെഷീൻ കേരളത്തിലും പ്രവർത്തിക്കുമോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഏത് പ്രദേശത്തും അദ്ദേഹത്തിന് ഏത് സമയവും കടന്നു വരാം. അതിൽ യാതൊരു അനൗചിത്യവും ഞാൻ നോക്കിക്കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സന്ദർശിക്കേണ്ടിയിരുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തിനെ പോലുള്ള ഒരു ഉന്നത ശീർഷനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ പ്രതീക്ഷിച്ച സ്ഥലങ്ങളുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയായിരുന്നു. ഉദാഹരണത്തിന് മണിപ്പൂർ, അവിടെയൊന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല എന്നുള്ളത് കൂടി സാന്ദർഭികമായിട്ട് നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രിയൊക്കെ ഒരു സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് അത് വലിയൊരു റീഅഷുറൻസ് ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അവർക്ക് അതുവരെ ഇല്ലാത്ത ചില പ്രതീക്ഷകൾ നൽകുന്നു, അവരുടെ ആശങ്കകൾ അകലുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ് പ്രധാനമന്ത്രിമാരുടെ സന്ദർശനം കൊണ്ടൊക്കെ ഉണ്ടാവേണ്ടത്. അവർക്കൊരു സമാശ്വാസമായിട്ട് മാറേണ്ട സന്ദർശനങ്ങളാണ് പ്രധാനമന്ത്രിമാരുടേതൊക്കെ. അങ്ങനെയാണ് ഞാൻ മണിപ്പൂരിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് സൂചിപ്പിച്ചത്. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിയുടെ പല സംസ്ഥാനങ്ങളിലുമുള്ള സന്ദർശനം ഇങ്ങനെ ഒരു റീഅഷ്യൂറിംഗ് അല്ല എന്ന് മാത്രമല്ല, അതിൽ വിപരീതമായി ഒരു തരത്തിൽ ഇൻറ്റിമിഡേറ്റിംഗ് ആണ്. ആളുകൾക്ക് എന്തോ വലിയ സംഭവം ഉണ്ടാവാൻ പോവുകയാണ്, എന്തൊക്കെയോ അപായങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് എന്ന നിലയിൽ ഒരു ആശങ്കയാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ കൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട് അമിതമായി കാണിച്ചു കൂട്ടുന്ന ഈ കോപ്പുകൂട്ടലുകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് 2-3 തവണയൊക്കെ ഇങ്ങനെ വന്നു പോകുന്നത് ഒരു തരത്തിൽ നല്ലതാണ്. നമ്മളിപ്പം ഈ കൊറോണയുടെയൊക്കെ കാലത്ത് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ പ്രയോഗിച്ചിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നരേന്ദ്രമോദി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നു പോവുക എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഈ അടിക്കടിയുള്ള സന്ദർശനങ്ങൾ ഗുണം ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏതായാലും നാളത്തെ സന്ദർശനം ഔപചാരികമായിട്ട് ആദ്യം പറഞ്ഞത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നു എന്നുള്ളതാണ്. അതിനെ ഇപ്പോൾ ഇന്നത്തെ ഈ റോഡ് ഷോയോട് കൂടി ഒരു രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള സന്ദർശനമാക്കി മാറ്റാൻ സാധിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നാളെ നടക്കാനിരിക്കുന്ന ഗുരുവായൂരിലെ ഒരു വിവാഹ ചടങ്ങിൽ, പ്രൈവറ്റ് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ആദ്യം തുടക്കത്തിൽ പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ വിവാഹിതരാവാനിരിക്കുന്ന ഭാഗ്യ സുരേഷിനും ശ്രേയസിനും ഞാൻ വിവാഹ മംഗളാശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവരുടെ ഈ വിവാഹം കാരണം അതിൽ പ്രധാനമന്ത്രിയെപ്പോലുള്ള ആൾ പങ്കെടുക്കുന്നതിൻ്റെ കാരണം അസൗകര്യം നേരിട്ട അവിടെ നാളെ നടക്കാനിരിക്കുന്ന മറ്റ് 100 കണക്കിന് വിവാഹങ്ങളുണ്ട്. അതിലെ പ്രതിശ്രുത വധൂവരന്മാർക്കും ഞാൻ വിവാഹ മംഗളാശംസകളും നേരുകയാണ്. അവർക്ക് ഉണ്ടാകുന്ന അസൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശരി, ഏതായാലും ഞങ്ങൾ ഈ സന്ദർശനത്തിന്റെ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, എനിക്ക് ഇവിടെ കൗതുകകരമായി തോന്നിയ, അല്ലെങ്കിൽ മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു നിരീക്ഷണം ശ്രീ ബൽറാമിൽ നിന്ന് കേട്ടത്, കേരള സമൂഹത്തിനൊരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഇങ്ങനെ അടിക്കടി ഉണ്ടാവുന്ന ഈ മോഡിയുടെ സന്ദർശനങ്ങളിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്.